Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃക്കരിപ്പൂരിന്റെ മണ്ണിൽ ആദ്യമായെത്തിയ ദേശീയ സെപക് താക്രോ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ആവേശത്തുടക്കം. തൃക്കരിപ്പൂർ ഗവൺമെന്റ് മിനി സ്റ്റേഡിയത്തിൽ ഒരുക്കിയ കളിക്കളങ്ങളിൽ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും മത്സരങ്ങൾക്ക് ഞായറാഴ്ച വൈകുന്നേരമാണ് തുടക്കം കുറിച്ചത്. കേരള ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ CITU 5ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി സംഘടിപ്പിക്കുന്ന അനുബന്ധ പരിപാടികളുടെ ഭാഗമായി പയ്യന്നൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് വിഷയാവതരണം നടത്തി. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലീഡർ K കരുണാകരന്റെ 14ാം ചരമവാർഷികം ആചരിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K ജയരാജ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മക്കളെ ഒന്നാമനാക്കാനല്ല മനുഷ്യനാക്കാനാണ് നാം പഠിപ്പിക്കേണ്ടതെന്ന് പ്രശസ്ത മജീഷ്യനും മോട്ടിവേറ്ററുമായ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിൽ മോട്ടിവേഷൻ ക്ലാസ് എടുത്ത് സംസാരിക്കുകയായിരുന്നു മുതുകാട്. വാർത്തകൾ വിശദമായി. തൃക്കരിപ്പൂരിന്റെ മണ്ണിൽ ആദ്യമായെത്തിയ ദേശീയ സെപക് താക്രോ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ആവേശത്തുടക്കം. തൃക്കരിപ്പൂർ ഗവൺമെന്റ് മിനി സ്റ്റേഡിയത്തിൽ ഒരുക്കിയ കളിക്കളങ്ങളിൽ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും മത്സരങ്ങൾക്ക് ഞായറാഴ്ച വൈകുന്നേരമാണ് തുടക്കം കുറിച്ചത്. ഇനിയുള്ള 5 നാളുകൾ ഇന്ത്യയുടെ പരിച്ഛേദമാണ് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള തൃക്കരിപ്പൂരിൽ കാണാൻ കഴിയുക. 24 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റുമുട്ടുന്നത്. ദേശീയ മത്സരത്തിന് മുന്നോടിയായി ഞായറാഴ്ച വൈകുന്നേരം ടീമുകളുടെ വർണ്ണാഭമായ മാർച്ച് പാസ്റ്റ് നടന്നു. ചാമ്പ്യൻഷിപ്പ് M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ VK ബാവ അധ്യക്ഷത വഹിച്ചു. അന്തർദേശീയ അത്ലറ്റിക്സിൽ മെഡൽ ജേതാവ് VS അനുപ്രിയ മുഖ്യാതിഥിയായി. സെപക് താക്രോ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് VK അയ്യൂബ് പതാക ഉയർത്തി. സെപക് താക്രോ ഫെഡറേഷൻ മുൻ ദേശീയ സെക്രട്ടറി ജനറൽ വീരഗൌഡ, ദേശീയ ജോയിന്റ് സെക്രട്ടറി പ്രേംകൃഷ്ണ, സംഘാടക സമിതി ജനറൽ കൺവീനർ ഡോക്ടർ VPP മുസ്തഫ, വർക്കിംഗ് ചെയർമാൻ C സുനിൽകുമാർ, സെപക് താക്രോ അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് VM മോഹനൻ, സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം TV ബാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ CITU 5ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി സംഘടിപ്പിക്കുന്ന അനുബന്ധ പരിപാടികളുടെ ഭാഗമായി പയ്യന്നൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് വിഷയാവതരണം നടത്തി. കേരള ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ CITU 5ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ഷെണായ് സ്ക്വയറിൽ സെമിനാർ സംഘടിപ്പിച്ചു. നവമുതലാളിത്തം, മാറുന്ന തൊഴിലിടങ്ങൾ, പോരാട്ടങ്ങളുടെ ചരിത്രം എന്ന വിഷയത്തിൽ CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് പ്രഭാഷണം നടത്തി. ദേശീയ സ്വാതന്ത്ര്യ സമരവും അതിനകത്ത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളും, സ്വാതന്ത്ര്യം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളി വർഗം അണിനിരന്നിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടത്തിന്റെ ചരിത്രവും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ പോരാട്ടങ്ങളുടെ ചരിത്രം എന്നുള്ളത് വായിച്ചുകൊണ്ട് ആ പ്രമേയം മനസ്സിലാക്കിയതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഒന്ന് ആദ്യമായി പരാമർശിക്കുക. നമുക്കിതെല്ലാം ഒരുപാട് സമയം കൊണ്ട് പരാമർശിക്കാൻ കഴിയില്ല. ബാക്കി നേതാക്കന്മാരുണ്ട്. ഞാൻ 7 മണിയാവുമ്പോൾ എൻ്റെ യാത്രയുടെ സമയമായി. സംഘാടക സമിതി കൺവീനർ U നാരായണൻ, സംഘാടക സമിതി ചെയർമാൻ PV കുഞ്ഞപ്പൻ, CITU ജില്ലാ പ്രസിഡന്റ് C കൃഷ്ണൻ, VV പുരുഷോത്തമൻ,
CITU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സെമിനാറിന്റെ ഭാഗമായി പഴയകാല ബസ് തൊഴിലാളികളെ ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലീഡർ K കരുണാകരന്റെ 14ാം ചരമവാർഷികം ആചരിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K ജയരാജ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലീഡർ K കരുണാകരൻ 14ാം ചരമവാർഷികം ആചരിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് ഉദ്ഘാടനം ചെയ്തു. 1918 കണ്ണൂർ ചിറക്കൽ എന്ന സ്ഥലത്ത് ജനിച്ച ശ്രീ K കരുണാകരൻ അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ചിറക്കൽ ഹൈസ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസം ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പിലാക്കൽ അശോകൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി P ലളിത ടീച്ചർ, N ഗംഗാധരൻ, അത്തായി പത്മിനി, VM പീതാംബരൻ, M ദാമോദരൻ നമ്പൂതിരി, TV പുഷ്പവല്ലി, AV സ്നേഹജൻ, CV രാജഗോപാലൻ, അർഷാദ് കൗവായി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. നമ്മുടെ മക്കളെ ഒന്നാമനാക്കാനല്ല മനുഷ്യനാക്കാനാണ് നാം പഠിപ്പിക്കേണ്ടതെന്ന് പ്രശസ്ത മജീഷ്യനും മോട്ടിവേറ്ററുമായ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് അഭിപ്രായപ്പെട്ടു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിൽ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുകയായിരുന്നു അദ്ദേഹം. അതായത് നമ്മുടെ വീടുകളിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം എന്നത് കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയാണ്. തുറന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്തതാണ്, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാത്തതാണ്, അല്ലേ? ഞാനത് പറഞ്ഞിട്ട് നിനക്കെന്താ മനസ്സിലാവാത്ത? നിനക്ക് മനസ്സിലാവാത്ത ഞാനല്ലല്ലോ നീ. അവിടെയല്ലേ പ്രശ്നം? അപ്പൊ അവർക്ക് മനസ്സിലാവണമെന്നത് അവർക്ക് പറഞ്ഞ് മനസ്സിലാവാത്ത രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. സോ കുട്ടികളിൽ സ്ക്രീൻ അഡിക്ഷൻ കൂടി വരുന്ന പുതിയ കാലത്ത് കുട്ടികളുടെ പുസ്തക വായനയ്ക്ക് ഏറെ പ്രാധാന്യമുള്ളതാണെന്നും ഗോപിനാഥ് മുതുകാട് അഭിപ്രായപ്പെട്ടു. പാഠപുസ്തകമൊഴിച്ചുള്ള നല്ല പുസ്തകങ്ങൾ രാത്രി വായിച്ചുറങ്ങുകയും രാവിലെ വായിച്ചുണരുകയും ചെയ്യുക എന്നത് ശീലമാക്കാനായാൽ കുട്ടികൾ കുടുംബ ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിൽ ശ്രദ്ധാലുക്കളാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വലിയ പറമ്പ് കോർണിഷ് ബീച്ചിൽ നടന്ന കുടുംബസംഗമത്തിന് മുന്നോടിയായി ദീർഘകാലം യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റുമായിരുന്ന KV ലക്ഷ്മണൻ പതാക ഉയർത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ വ്യാപാര സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനവും നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് CH അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് അംഗങ്ങളായിരിക്കുമ്പോൾ മരണപ്പെട്ട വ്യാപാരികളുടെ കുടുംബാംഗങ്ങൾക്കുള്ള ധനസഹായം ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് വിതരണം ചെയ്തു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, വലിയപറമ്പ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ EK മല്ലിക, ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി KJ സജി, ട്രഷറർ മാഹിൻ കോളിക്കര, വനിതാ വിംഗ് ജില്ലാ അധ്യക്ഷ രേഖ മോഹൻദാസ്, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് C സത്യകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ മർച്ചന്റ്സ് വെൽഫെയർ സഹകരണ സംഘത്തിൽ നിന്നും വിരമിക്കുന്ന BV പ്രേമിയെയും SSLC പരീക്ഷയിൽ ഉന്നത വിജയികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. മാർഷ്യൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിക്കുന്ന 3ാമത്തെ സ്റ്റേറ്റ് പവർ ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന സംസ്ഥാന വനിതാ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 24 വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിക്കുന്ന 3ാമത് സ്റ്റേറ്റ് പവർ ഫെസ്റ്റിന്റെ ഭാഗമായി പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംസ്ഥാന വനിതാ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. ആദ്യം അതിൻ്റെതായ രീതിയിൽ ഒരു പ്രവർത്തനമൊക്കെ ഉണ്ടാവും. എന്നാൽ ഏതൊന്ന് രൂപീകരിക്കുമ്പോഴും അതിനൊരു ആത്യന്തികമായ ലക്ഷ്യമുണ്ട്. ആ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് നന്മയാണ്, സാംസ്കാരികമായ ഔന്നത്യമാണ്. ആ ഔന്നത്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് മാർഷൽ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമുള്ള പ്രധാനപ്പെട്ട കാര്യം. PA സന്തോഷ് അധ്യക്ഷത വഹിച്ചു. മധു ഒറിജിൻ, രാജശേഖരൻ, VN പ്രസൂദ്, KP ബാലകൃഷ്ണ പൊതുവാൾ, VP സുരേശൻ, പ്രകാശൻ പയ്യന്നൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ.
മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിച്ച 3ാമത് സംസ്ഥാന പവർ ഫെസ്റ്റ് ചൊവ്വാഴ്ച സമാപിക്കും. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന സബ് ജൂനിയർ ഫ്രീ സ്റ്റൈൽ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജേതാക്കളായി. മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിച്ച 3ാമത് സംസ്ഥാന പവർ ഫെസ്റ്റ് ചൊവ്വാഴ്ച സമാപിക്കും. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന സബ് ജൂനിയർ ഫ്രീ സ്റ്റൈൽ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജേതാക്കളായി. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വിജയകുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വി ബാലൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വനിതാ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ പി എസ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു. കേരള റെസ്ലിംഗ് അസോസിയേഷൻ സെക്രട്ടറി രാജശേഖരൻ, റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ സെക്രട്ടറി ജനറൽ വി എൻ പ്രസൂദ്, കെ യു വിജയകുമാർ, കെ പി ബാലകൃഷ്ണ പൊതുവാൾ, വി പി സുരേശൻ, പ്രകാശൻ പയ്യന്നൂർ, മധു അർജുൻ തുടങ്ങിയവർ സംസാരിച്ചു. വിജയികൾക്ക് കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ വി പ്രദീപൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് സംസ്ഥാന ഇൻവിറ്റേഷൻ യോഗ ചാമ്പ്യൻഷിപ്പ് നടക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക മത്സരങ്ങൾ നടക്കും. തത്സമയ രജിസ്ട്രേഷൻ രാവിലെ 8:30 തുടങ്ങും. വൈകിട്ട് 5 മണിക്ക് സമാപന സമ്മേളനം മുൻ മന്ത്രി പി കെ ശ്രീമതി ഉദ്ഘാടനം ചെയ്യും. ടി ഐ മധുസൂദനൻ MLA അധ്യക്ഷത വഹിക്കും. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിച്ച 3ാമത് സംസ്ഥാന പവർ ഫെസ്റ്റ് ചൊവ്വാഴ്ച സമാപിക്കും. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാന പവർ ഫെസ്റ്റ്. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പവർ ഫെസ്റ്റിൽ 14 ജില്ലകളിൽ നിന്നുമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും മാറ്റുരയ്ക്കാനെത്തി. 3ാം ദിവസം സീനിയർ ഫ്രീ സ്റ്റൈൽ ഗുസ്തി ചാമ്പ്യൻഷിപ്പാണ് നടന്നത്. വ്യത്യസ്തമായ കായികമേളയ്ക്ക് നല്ല ജനപങ്കാളിത്തവും ഉണ്ടായത് ശ്രദ്ധേയമായി. ഗ്രീക്കോ റോമൻ ഗുസ്തി, സബ് ജൂനിയർ ഗ്രീക്കോ റോമൻ ഗുസ്തി, അതുപോലെ തന്നെ സബ് ജൂനിയർ ഫ്രീ സ്റ്റൈൽ ഗുസ്തി, വനിതാ സബ് ജൂനിയർ ഗുസ്തി, ഈ 3 മത്സരങ്ങളും സംസ്ഥാന അടിസ്ഥാനത്തിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തെ മത്സരം എന്ന് പറയുന്നത് സബ് ജൂനിയർ വനിതാ ഗുസ്തിയാണ്. ഈ മത്സരത്തിൽ വിജയിക്കുന്ന കുട്ടികളാണ് നാഷണൽ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദേശീയ മത്സരത്തിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ളത്. ആ നിലക്ക് വലിയ രീതിയിലുള്ള മത്സരമാണ്, വലിയ നിലവാരത്തിലുള്ള മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രീ സ്റ്റൈൽ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് പോലുള്ള ഗുസ്തി ഇനങ്ങൾ അരങ്ങേറുമ്പോൾ കാഴ്ചക്കാരിലേക്കും അതിന്റെ ആവേശം ഇരച്ചുകയറി. കഴിഞ്ഞ വർഷത്തെ അനുസരിച്ചാണെങ്കിൽ സായിൽ ഹോസ്റ്റലിൽ നിന്നും കേരള സ്പോർട്സിൻ്റെ ഹോസ്റ്റലിൽ നിന്നും സ്പോർട്സ് ഡയറക്ടറിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് കുട്ടികളും 14 ജില്ലയിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ മാറ്റുരയ്ക്കുന്നത്. 2 മിനിറ്റുള്ള 4 മിനിറ്റുള്ള മത്സരമാണ് ഇവിടെ ദൈർഘ്യം 17 വയസ്സിന് താഴെ കുട്ടികൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്. വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ഒഫീഷ്യൽസിനെ വെച്ച് 14 ജില്ലയിൽ നിന്നുള്ള നമ്മുടെ ഭാരവാഹികൾ, ജില്ലാ അസോസിയേഷൻ്റെയും സ്പോർട്സ് കൗൺസിലിൻ്റെയും അധികാരികൾ ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഈ മത്സരം സംഘടിപ്പിച്ചുള്ളത്. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരുന്നു മത്സരങ്ങൾ നടന്നത്. ഈ മത്സരങ്ങളിൽ വിജയികളാകുന്നവർ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കും. പയ്യന്നൂരിൽ വളരെ വ്യത്യസ്തമായ കായികമേള നടക്കുകയാണ്. വനിതാ ഗുസ്തി അടക്കമുള്ള കായിക ഇനങ്ങൾ പയ്യന്നൂരിനെ പരിചയപ്പെടുത്തുന്ന പവർ ഫെസ്റ്റ് 5 ദിവസങ്ങളിലായാണ് പവർ ഫെസ്റ്റ് പയ്യന്നൂരിൽ നടക്കുന്നത്. ജില്ലാ കലോത്സവത്തിനൊക്കെ പയ്യന്നൂർ ആതിഥ്യം അരുളിയിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ ഫെസ്റ്റിനെയും ഇരു കൈയും നീട്ടിയാണ് പയ്യന്നൂരുകാർ സ്വീകരിച്ചിട്ടുള്ളത്. കൃത്യമായ മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ആഗ്രഹത്തോടെ 14 ജില്ലകളിൽ നിന്നും കുട്ടികൾ എത്തിയിട്ടുണ്ട്. അവരിവിടെ മാറ്റുരയ്ക്കുകയാണ്. ഇവിടെ നിന്ന് വിജയിക്കുന്ന കുട്ടികൾ ദേശീയ തലത്തിൽ പോലും മത്സരത്തിൽ പങ്കെടുക്കുവാൻ യോഗ്യത നേടുന്നതാണ്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. ചീമേനിയിൽ ആണവ നിലയം ചർച്ചകൾക്ക് ചൂടേറുന്നു. ഏക്കറുകണക്കിന് ഭൂമി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കീഴിലുള്ളതാണ് പ്രധാന കാരണം. സംസ്ഥാനത്തെ വൈദ്യുത പ്രതിസന്ധി പരിഹരിക്കാൻ ആണവ നിലയമാണ് പോംവഴിയെന്ന് കേന്ദ്ര വൈദ്യുത മന്ത്രി കേരളത്തെ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ആണവ നിലയം സ്ഥാപിച്ചാൽ 1.5 കിലോമീറ്റർ ബഫർ സോൺ ഉള്ളതിനാൽ ചീമേനി തന്നെ ഉചിതമായ സ്ഥലം എന്ന് അറിയിക്കുകയായിരുന്നു. 150 ഏക്കർ ഭൂമിയാണ് ഇതിനായി ആവശ്യമായിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ചീമേനിയിൽ ആണവ നിലയം സാക്ഷാത്കരിക്കുമെന്ന് തന്നെയാണ്
പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ക്രിസ്തുമസ് ആഘോഷരാവിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വീടുകളിലും സ്ഥാപനങ്ങളിലും ആഘോഷങ്ങൾക്ക് മധുരം പകരാനും പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാനുമായി കേക്കുകളുടെ വൈവിധ്യമായി പയ്യന്നൂർ കോത്തായിമുക്കിലെ MRS ലൈവ് ബേക്ക് ഫാക്ടറിയിൽ മധുരം നിറയുന്നു. കാണാം ക്രിസ്തുമസ് മധുരം. വീണ്ടും ഒരു ക്രിസ്തുമസ് കാലം വന്നെത്തി. നക്ഷത്രവിളക്കുകളും പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളുമൊക്കെ ഈ ആഘോഷക്കാലത്തിന്റെ പ്രത്യേകതകളാണെങ്കിലും ക്രിസ്തുമസിന്റെ പ്രധാന ഇനം ക്രിസ്തുമസ് കേക്കു തന്നെ. ക്രിസ്തുമസ് ആഘോഷരാവിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പയ്യന്നൂർ കോത്തായിമുക്കിലെ MRS ലൈഫ് ബേക്ക് ഫാക്ടറിയിൽ മധുരം നിറയുന്നു. രുചിവൈവിധ്യങ്ങൾ തീർത്ത് പല പേരുകളിൽ പലതരം കേക്കുകൾ MRSൽ ലഭ്യമാണ്. ക്രിസ്തുമസ് വിപണിയിലെ മിന്നും താരം പ്ലം കേക്കുകൾ തന്നെയാണ്. മാജിക് പ്ലം, റിച്ച് പ്ലം, സ്കോട്ടിഷ് പ്ലം തുടങ്ങി പ്ലം കേക്കിലും വൈവിധ്യങ്ങൾ നിരവധിയുണ്ട്. സാധാരണക്കാരന് താങ്ങാവുന്ന വിലയും ഏവരുടെയും പ്രിയപ്പെട്ട രുചിയുമാണ് പ്ലം കേക്കിനെ താരമാക്കുന്നത്. പ്ലം കേക്കിന് മുകളിൽ ഷുഗർ ഐസിംഗ് ഉള്ള ഫൗണ്ടൻ കേക്കുകളും ഇക്കുറി ഒരുക്കിയിരിക്കുന്നു. റിച്ച് പ്ലം, മാർബിൾ കേക്ക്, ടീ കേക്ക്, വൈൻ കേക്ക്, ഡേറ്റ്സ്, കാരറ്റ്, പപ്പായ എന്നിവ കൊണ്ടുണ്ടാക്കിയ കേക്കുകളും MRSൽ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റെഡ് വെൽവെറ്റ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫോറസ്റ്റ് തുടങ്ങിയ കേക്കുകളും MRS ലൈവ് ബേക്ക് ഫാക്ടറിയിൽ ഒരുക്കിയിരിക്കുന്നു. ബട്ടർ സ്കോച്ച്, ബ്ലൂബെറി, വാൾനട്ട്, ചോക്ലേറ്റ്, വനില, പൈനാപ്പിൾ തുടങ്ങിയ വ്യത്യസ്ത രുചിക്കൂട്ടുകളിലുള്ള കേക്കുകളും ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് മധുരമേകാൻ MRSൽ ഒരുങ്ങിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മൈസൂർ പാക്ക്, ഹൽവകൾ, പേട, ലഡു, ജിലേബി, ബർഫികൾ തുടങ്ങിയ മറ്റ് മധുരപലഹാരങ്ങളും കോത്തായിമുക്കിലെ MRS ലൈവ് ബേക്ക് ഫാക്ടറിയിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 2024 ഡിസംബർ 8-ന് ആരംഭിച്ച പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം തവിടുശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന കലാമത്സരങ്ങളോടുകൂടി സമാപിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല അധ്യക്ഷത വഹിച്ചു. പെരിങ്ങോം പഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പക്കുട്ടൻ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി മോഹൻ, പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കമലാക്ഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അഡ്വക്കേറ്റ് KP രമേശൻ, ലിസി ഏലിയാസ്, പ്രോഗ്രാം കൺവീനർ പ്രസന്നൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K മോഹനൻ, MK ബാലകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി സർഗോത്സവം സംഘടിപ്പിച്ചു. കടന്നപ്പള്ളി UP സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഭിന്നശേഷി സർഗോത്സവം സംഘടിപ്പിച്ചു. കടന്നപ്പള്ളി UP സ്കൂളിൽ നടന്ന സർഗോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ ഉദ്ഘാടനം ചെയ്തു. തങ്ങളതല്ലാത്ത കാരണങ്ങളാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ചില ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ രീതിയിലുള്ള ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാരായാലും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടത്തി വരുന്നത്. അതിൻ്റെ ഭാഗമെന്ന നിലയിൽ കഴിഞ്ഞ ഓരോ വാർഷിക പദ്ധതിയും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ ഒരു വിഭാഗത്തെ സംരക്ഷിക്കുന്നതിനും അവർക്ക് ആവശ്യമായിട്ട് പ്രോത്സാഹനം നൽകുന്നതിനും വേണ്ടി നിരവധി പദ്ധതികൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നടത്തി വന്നിട്ടുണ്ട്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് K മോഹനൻ അധ്യക്ഷത വഹിച്ചു. VA കോമളവല്ലി, TV സുധാകരൻ, PK ഭാസ്കരൻ, PV ഷൈന, BK സൗമ്യ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പുഴ
കോൺഗ്രസ് മാടായി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലീഡർ കെ കരുണാകരൻ ചരമവാർഷിക ദിനം ആചരിച്ചു. വെങ്ങരയിൽ കെ കരുണാകരന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യൻ ലീഡർ കെ കരുണാകരന്റെ 14ാം ചരമവാർഷിക ദിനം വെങ്ങര രാജീവ് ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ മാടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. കെ കരുണാകരന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. അനുസ്മരണ യോഗത്തിൽ മാടായി മണ്ഡലം പ്രസിഡന്റ് എം പവിത്രൻ അധ്യക്ഷത വഹിച്ചു. മാടായി ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ സുധീർ വെങ്ങര, മോഹനൻ കക്കോപ്രവൻ, BP ഗോകുലൻ, KV നന്ദനൻ, VV രാമചന്ദ്രൻ, മാടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ധനലക്ഷ്മി, മുതിർന്ന കോൺഗ്രസ് നേതാവ് TV ഭരതൻ, പഞ്ചായത്ത് അംഗം P പുഷ്പകുമാരി, KV ഗോപിനാഥ്, മടപ്പള്ളി മംഗള, കുടച്ചീരെ മധുസൂദനൻ, രതീഷ് ബാലൻ തുടങ്ങിയവർ അനുസ്മരണ പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കബഡി ആവേശത്തിൽ കുണിയൻ. യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കുണിയൻ ആതിഥ്യമരുളിയ കബഡി ഫെസ്റ്റ് അതിന്റെ സംഘാടനം കൊണ്ടും നിറഞ്ഞ ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. M വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ആവേശകരമായ മത്സരം ഒരു ഭാഗത്ത് റെഡ് സ്റ്റാർ കുണ്ടൂരാണെങ്കിൽ മറുഭാഗത്ത് രാജീവ് കട്ടിഞ്ഞുപോലെയുടെ പ്രതിഭാശാലികൾ. കബഡിയുടെ ഈറ്റില്ലമായ കുണിയനിൽ ഞായറാഴ്ച കബഡി രാവായിരുന്നു. കുണിയൻ യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആതിഥ്യമരുളിയ കബഡി ഫെസ്റ്റ് നിറഞ്ഞ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ക്ലബിന്റെ 37ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ടാണ് കബഡി ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നായി 50ഓളം ടീമുകളാണ് ഫെസ്റ്റിൽ പങ്കെടുത്തത്. M വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ P കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. K നാരായണൻ, MV ശ്രീയേഷ്, K സജിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. What a brilliant catch again. 3 point അടിസ്ഥാനം. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെയും ജെൻഡർ റിസോഴ്സസ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ ജെൻഡർ കാർണിവലിന്റെ ഭാഗമായി ട്രാൻസ്ജെൻഡർ ടോക്ക് ഷോ നടത്തി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി PP രോഹിണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെയും ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ ജെൻഡർ കാർണിവലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ട്രാൻസ്ജെൻഡർ ടോക്ക് ഷോ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP രോഹിണി ഉദ്ഘാടനം ചെയ്തു. CDSന്റെ ജെൻഡർ റിസോഴ്സ് സെന്റർ ഇടപെട്ടുകൊണ്ട് തന്നെ രൂപീകരിച്ചതിന് ശേഷം ഇടപെട്ടുകൊണ്ട് തന്നെ ഇവർക്ക് മാനസികമായും മറ്റ് സഹായങ്ങളും നിയമപരമായ സഹായങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സമൂഹത്തിൽ ഒരു ഇടം നേടിയെടുക്കാൻ വേണ്ടി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മുൻകാലത്തെ പോലെ ഒറ്റപ്പെടൽ ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. നമുക്കറിയാം, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ഒരു പരിധിവരെ ഇവരെയും കൊടുത്തിക്കൊണ്ട് നമുക്ക് തടയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MT സബിത അധ്യക്ഷത വഹിച്ചു. ട്രാൻസ്ജെൻഡർമാരായ അപർണ ടി, വിനോയ് KR എന്നിവർ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ, CDS ചെയർപേഴ്സൺ E വസന്ത, കമ്മ്യൂണിറ്റി കൌൺസിലർ ആശ അജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നയിച്ചേതന 3.0യുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് തല വയോജന ക്ലബ്ബ് രൂപീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ക്ലബ്ബ് രൂപീകരിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. വലിയൊരു പ്രോജക്റ്റ് അത് തയ്യാറാക്കിയതിന്റെ ഹാർഡ് വർക്ക് എന്നുള്ളത് നമുക്കറിയാം. അവിടെയുള്ള നമ്മളെ ആർട്ടിമാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഉറക്കൊഴിഞ്ഞുകൊണ്ടാണ് നമുക്ക് ആ DPR തയ്യാറാക്കിയത്. ആദ്യം തന്നെ ആ DPR തയ്യാറാക്കിയ സമയത്ത് കാർഷിക മേഖലയിൽ ഓരോ
പിന്നെ തടയണം, അങ്ങനെ ചെറിയ ചെറിയ കൃഷിക്കാർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ വലിയ DPR നമ്മൾ തയ്യാറാക്കി വെച്ചത്. ഇപ്പൊ നിരവധി സംസ്ഥാന ബോർഡിനെ പോയി വിശദീകരിക്കലും അങ്ങനെ നിരവധി പ്രവർത്തനം ഇതിന്റെ ഭാഗമായി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു തുക കിട്ടിയിട്ടില്ല എന്നുള്ളത് മാത്രമേ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുള്ളൂ. പഞ്ചായത്ത് തല വയോജന ക്ലബ്ബ് രൂപീകരണമാണ് നടന്നത്. ഓരോ വാർഡിൽ നിന്നും 9 പേരടങ്ങുന്ന വയോജന ക്ലബ്ബ് അംഗങ്ങളാണ് യോഗത്തിൽ പങ്കെടുത്തത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. ഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വയോജന ക്ലബിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് V. ബാലകൃഷ്ണൻ, TV. നാരായണൻ മാസ്റ്റർ എന്നിവർ വിശദീകരിച്ചു. സന്ദീപ് മോഹനൻ, P. ശ്യാമള, PV. കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, പ്രഭാവതി, തമ്പാൻ, C. പ്രിയ, MSc നാരായണൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ ശ്രീ യോഗ സെന്ററിൽ അന്താരാഷ്ട്ര ധ്യാന ദിനം ആചരിച്ചു. യോഗ ടീച്ചർ സീമ സുരേന്ദ്രൻ നേതൃത്വം നൽകി. പയ്യന്നൂർ ശ്രീ യോഗ സെന്ററിൽ അന്താരാഷ്ട്ര ധ്യാന ദിനം ആചരിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് ആചാര്യൻ ശ്രീ രവിശങ്കർ അമേരിക്കയിലുള്ള ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് വെച്ച് ഓൺലൈനായി ധ്യാന സംഗമത്തിന് നേതൃത്വം നൽകി. ലോകമെമ്പാടും 25 ലക്ഷത്തിലധികം ആളുകൾ ഇതിൽ പങ്കെടുത്തു. പയ്യന്നൂരിൽ നടന്ന ധ്യാന ദിനാചരണത്തിന് യോഗ ടീച്ചർ സീമ സുരേന്ദ്രൻ നേതൃത്വം നൽകി. ദിനേശ് മാണിക്കോത്ത്, അഡ്വക്കേറ്റ് ശശിധരൻ നമ്പ്യാർ, മാലിനി പൊതുവാൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് ഡിസംബർ 21 അന്താരാഷ്ട്ര ധ്യാന ദിനം, മെഡിറ്റേഷൻ ഡേ ആയിട്ട് UN ഡിക്ലെയർ ചെയ്തിരിക്കുകയാണെന്ന്. അപ്പോൾ UN ആസ്ഥാനത്ത് വെച്ച് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ആചാര്യൻ ശ്രീ രവിശങ്കർജി അവിടെ വെച്ച് ഇന്ന് 8 മണിക്കുള്ള ആ സെഷൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. ലോകത്തെമ്പാടുമുള്ള 182-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആർട്ട് ഓഫ് ലിവിങ് പ്രതിനിധികളും അല്ലാത്തവരും എല്ലാവരും ഈ ഒരു ഇതിൽ ലൈവായിട്ട് പങ്കെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഓരോ സെൻറ്ററിലും പൊതു സദസ്സിലും ഒക്കെ ഇന്ന് ഈ മെഡിറ്റേഷൻ ഡേ ആചരിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. IRPC പെരളം സൗത്ത് വളണ്ടിയർ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം M. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. IRPC പെരളം സൗത്ത് ലോക്കൽ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ വോളണ്ടിയർ സംഗമം സംഘടിപ്പിച്ചു. പെരളം കൈരളി വായനശാലയിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം M. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. PV ലക്ഷ്മണൻ, C. ബാലകൃഷ്ണൻ, P. രാധാമണി, K. രാജീവൻ, C. ഹേമരാജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന കമ്മിറ്റി മാധമംഗലം മേഖലാ മെമ്പർഷിപ്പ് സ്വീകരണം പറവൂർ പുലിയൂര് കാളിക്ഷേത്രത്തിൽ നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന കമ്മിറ്റി മാധമംഗലം മേഖല മെമ്പർഷിപ്പ് സ്വീകരണം പറവൂർ പുലിയൂർ കാളി ക്ഷേത്രത്തിൽ നടന്നു. TI മധുസൂദനൻ MLA മെമ്പർഷിപ്പ് സ്വീകരിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രബലമായിട്ടുള്ള വിഭാഗമുണ്ട്, അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരുണ്ട്, ചെറിയ അംഗബലമുള്ള സമുദായങ്ങളുണ്ട്. വളരെ മനോഹരമായി നൃത്തം പൂരക്കളി അവതരിപ്പിക്കുന്ന സംഘങ്ങളുണ്ട്. അവരെല്ലാവരും പൂരക്കളിയാണ് സ്നേഹിക്കുന്നത്. പൂരക്കളി ഒരു അനുഷ്ഠാനപരമായിട്ടുള്ള കലാരൂപമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആരെങ്കിലും ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നതല്ല. പൂരക്കളി കളിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ അറേക്കാലും അതിൻ്റെ പുറത്തുള്ള പന്തലും അകത്തുള്ള പന്തലും എല്ലാം ചേർന്നിട്ടുള്ള. ചടങ്ങിൽ KE വിനോദ് അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ദാമോദര പണിക്കർ, മടിക്കി ഗോപാലകൃഷ്ണൻ പണിക്കർ, N. കൃഷ്ണൻ വെള്ളൂർ, കുഞ്ഞിക്കണ്ണൻ കയ്യൂർ, സന്തോഷ് പാലായി, രവീന്ദ്രൻ തുരുത്തി, PP കുമാരൻ അന്തിത്തിരിയൻ, PP കുഞ്ഞിക്കണ്ണൻ, M. പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മാതമംഗലം മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും മെമ്പർഷിപ്പുകൾ സ്വീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന K. കരുണാകരൻ അനുസ്മരണം VV ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന K. കരുണാകരൻ അനുസ്മരണം VV ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. സമഗ്രമായ വികസനത്തിന്റെ ഒക്കെ
അടിത്തറ ഉണ്ടാക്കിയത് ലീഡർ ശ്രീ കെ കരുണാകരനാണ്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വലിയ തോൽവിയിൽ നിന്നും 9 അംഗങ്ങളുള്ള പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കോൺഗ്രസിനെ തിരിച്ചെത്തിക്കുവാൻ മണ്ഡലം പ്രസിഡന്റ് ടി.പി. ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എം. കരുണാകരൻ, ടി.പി. ശ്രീനീഷ്, റോമി പി. ദേവസ്യ, ലളിത ബാബു, കെ. ഷിബു, പി. കൃഷ്ണൻകുട്ടി, അനീഷ് ആന്റണി, എം. വി. അനിൽ ബാബു, ടി. വി. വർക്കി, ജോസ് വാണിയംകുന്ന് തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയം വാർഷികവും ദേശീയ കർഷക ദിനാചരണവും 25-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം വിശ്വശാന്തി ഭവൻ പയ്യന്നൂരിന്റെ 33-ാം വാർഷികവും ദേശീയ കർഷക ദിനാചരണവും 25-ന് നടക്കും. രാവിലെ 8 മണിക്ക് നടക്കുന്ന പരിപാടി മൗണ്ട് അബു അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് വിംഗ്സ് വൈസ് ചെയർമാൻ രാജേന്ദ്ര പ്രസാദ് ഗുപ്ത ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പയ്യന്നൂർ മേഖലയിൽ സുസ്ഥിര കൃഷിരീതികളിൽ മുന്നേറ്റം നടത്തിയ 80ഓളം കർഷകരെ ആദരിക്കും. ബ്രഹ്മകുമാരീസിന്റെ സമഗ്ര ഗ്രാമീണ വികസനവും പാരിസ്ഥിതിക സുസ്ഥിരതയും എന്ന ലക്ഷ്യസാക്ഷാത്കാരത്തിനായി രാജയോഗത്തിന്റെ ആത്മീയ തത്വങ്ങൾ ഉൾപ്പെടുത്തിയുള്ള യോഗിക് കൃഷിരീതിയിലുള്ള ക്ലാസ് കർഷകർക്കായി നടക്കും. മാധ്യമസമ്മേളനത്തിൽ ബ്രഹ്മകുമാരി ശാന്ത, ഡോക്ടർ ഇ. വി. സ്വാമിനാഥൻ, ടി. കെ. സോമൻ, സി. പി. വേണുഗോപാൽ, കെ. വി. കൃഷ്ണൻ, ബി. കെ. ലത എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വരയിൽ തറവാട് കുടുംബ ട്രസ്റ്റ് കുടുംബസംഗമവും വരയിൽ ഒതേനൻ സ്മാരക കുടുംബ വീടിന്റെ ഗൃഹപ്രവേശനവും ഡിസംബർ 25-ന് ഏഴോത്ത് നടക്കും. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി. ഷാജിർ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പഴയങ്ങാടിയിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി. കെ. സുരേഷ് ബാബു സാംസ്കാരിക പ്രഭാഷണം നടത്തും. 7ാം പഞ്ചായത്ത് പ്രസിഡന്റ് പി. ഗോവിന്ദൻ സുവനീർ പ്രകാശനം നിർവഹിക്കും. 2017-ലാണ് ട്രസ്റ്റ് രൂപം കൊണ്ടത്. വരയിൽ മീനാക്ഷി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് മനോഹരമായ ഒരു കുടുംബ വീട് നിർമ്മിച്ചത്. ഏകദേശം 80 ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം പണിതത്. പഴയങ്ങാടിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കെ. രാജശേഖരൻ, വരയിൽ ബാലകൃഷ്ണൻ, സി. ഹരിദാസൻ, വരയിൽ പരാഗൻ, വരയിൽ ശൈലജ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃക്കരിപ്പൂരിന്റെ മണ്ണിൽ ആദ്യമായെത്തിയ ദേശീയ സെപക് താക്രോ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ആവേശത്തുടക്കം. തൃക്കരിപ്പൂർ ഗവൺമെന്റ് മിനി സ്റ്റേഡിയത്തിൽ ഒരുക്കിയ കളിക്കളങ്ങളിൽ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും മത്സരങ്ങൾക്ക് ഞായറാഴ്ച വൈകുന്നേരമാണ് തുടക്കം കുറിച്ചത്. കേരള ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ CITU 5ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി സംഘടിപ്പിക്കുന്ന അനുബന്ധ പരിപാടികളുടെ ഭാഗമായി പയ്യന്നൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് വിഷയാവതരണം നടത്തി. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലീഡർ കെ. കരുണാകരന്റെ 14ാം ചരമവാർഷികം ആചരിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ. ജയരാജ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മക്കളെ ഒന്നാമനാക്കാനല്ല മനുഷ്യനാക്കാനാണ് നാം പഠിപ്പിക്കേണ്ടതെന്ന് പ്രശസ്ത മജീഷ്യനും മോട്ടിവേറ്ററുമായ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിൽ മോട്ടിവേഷൻ ക്ലാസ് എടുത്ത് സംസാരിക്കുകയായിരുന്നു മുതുകാട്. ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.